ഇന്ത്യൻ എയർഫോഴ്സിൽ സെപ്റ്റംബർ മാസം നടക്കാൻ പോകുന്ന മെഡിക്കൽ അസിസ്റ്റന്റിന്റെ എക്സാം പാറ്റേണും എക്സാമിന്റെ സിലബസും ചേഞ്ച് ആയിട്ടുണ്ട്. ആ ചേഞ്ച്മെന്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ പോസ്റ്റിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ അവസാനിക്കുന്നത് ഈ മാസം 31-ാം തീയതിയാണ്. ഇതിന്റെ എക്സാം വരുന്നത് സെപ്റ്റംബർ 25 മുതലാണ്. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് സംശയങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. അത് നമുക്ക് ഒന്ന് ലഘൂകരിക്കാം. ആദ്യമായി ഇതൊരു പെർമനന്റ് പോസ്റ്റ് ആണോ അല്ലയോ എന്നുള്ളതാണ്. രണ്ടാമതായി ഇത് ഫോം ഫില്ലപ്പ് ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ടാണോ അല്ല സെയിം എക്സ് ഗ്രൂപ്പ് ആൻഡ് വൈ ഗ്രൂപ്പിന്റെ കൂടെ തന്നെയാണോ എന്നുള്ളതാണ്. മൂന്നാമത് ഫാർമസി ഡിപ്ലോമ ആൻഡ് ഫാർമസി BSc ഫാർമസിസ്റ്റുകൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ. നാലാമതായി എക്സാം എല്ലാവർക്കും ഒരേപോലെയാണോ. അവസാനമായി എങ്ങനെ ഇതിനെ പ്രിപ്പയർ ചെയ്യാം വിശദമായി നമുക്ക് നോക്കാം. ഒന്നാമത് ഈസ് ഇറ്റ് പെർമനന്റ് പോസ്റ്റ് ഓർ നോട്ട്. ഇത് പെർമനന്റ് പോസ്റ്റ് ആണോ അല്ലയോ എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ സംശയം. അത് തികച്ചും പെർമനന്റ് പോസ്റ്റ് ആണ്. നമ്മുടെ നോട്ടിഫിക്കേഷനിൽ ഒഫീഷ്യലി നോട്ടിഫിക്കേഷനിൽ എഴുതിയിട്ടുണ്ട് ഇത് പെർമനന്റ് പോസ്റ്റ് ആണ് എന്നുള്ളത്. ഫോം ഫില്ലപ്പ് ചെയ്യുന്നത് നമ്മുടെ എക്സ് ആൻഡ് വൈക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അല്ല, സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഫോം ഫില്ല് ചെയ്യേണ്ടി വരും. അതിന്റെ കൂടെ ആപ്ലിക്കേഷൻസ് ഫോം സെപ്പറേറ്റ് ആയിട്ടാണ് ഫില്ല് ചെയ്യേണ്ടി വരുന്നത്. മൂന്നാമത് ക്യാൻ അപ്ലൈ ഫോർ ഫാർമസിസ്റ്റ് ദാറ്റ് ഈസ് ഫാർമസി ഡിപ്ലോമ ഹോൾഡേഴ്സ്. പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. തികച്ചും പറ്റും. ഫാർമസി ഡിപ്ലോമ ഹോൾഡേഴ്സിന് പറ്റും. കാരണം അവരുടെ ക്വാളിഫിക്കേഷൻ എന്ന് വരുന്നത് +2 കഴിഞ്ഞതിന് ശേഷം, അതും ബയോളജി വിഷയം എടുത്തിട്ട് +2 കഴിഞ്ഞതിന് ശേഷം ഡിപ്ലോമ അല്ലെങ്കിൽ BSc ഇൻ ഫാർമസി. അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 2 ജൂലൈ 2 മുതൽ 2 ജൂലൈ 2007 വരെ. എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംശയം എന്നുള്ളത് നമുക്ക് ഒരു എക്സാം എഴുതിയാൽ മതിയോ എന്നുള്ളതാണ്. അല്ല, എക്സ് ആൻഡ് വൈക്കും വേറെ തന്നെ എക്സാം ആണ്. പ്ലസ് അതിന്റെ കൂടെ തന്നെ നമുക്ക് മെഡിക്കൽ അസിസ്റ്റന്റ് എന്നുള്ള പെർമനന്റ് പോസ്റ്റിന് വേറെ തന്നെ എക്സാം എഴുതേണ്ട ഒരു ആവശ്യമാണ്. രണ്ടാമതായി നമുക്ക് എക്സാം പാറ്റേൺസ് എങ്ങനെയാണെന്ന് നോക്കാം. ടോട്ടൽ ക്വസ്റ്റ്യൻസ് 50 ആണ് വരുന്നത്. 50 ക്വസ്റ്റ്യൻസ് ആണ്. അതിന് 50 മാർക്ക് പ്ലസ് എക്സാമിന് ടൈമിംഗ് എന്നുള്ളത് 45 മിനിറ്റ് ആണ്. അതായത് ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് പോലും കിട്ടുന്നില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ട് നല്ല രീതിയിൽ കുറച്ച് സ്പീഡപ്പ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വേണം എക്സാംസ് എഴുതാൻ വേണ്ടി. അതിൻ്റെ സിലബസിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് രേഖ എന്നുള്ള സെക്ഷൻ ഉണ്ട്. RAGA റീസണിങ് ആൻഡ് ജനറൽ അവയർനെസ്. അത് 30 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, 30 മാർക്ക്. രണ്ടാമതായി ഇംഗ്ലീഷ് 20 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 20 മാർക്ക് കിട്ടുന്നതാണ്. നെഗറ്റീവ് മാർക്കിംഗ് 0.25 ഉണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ മിനിമം നമ്മൾ രേഖ എന്നുള്ള സെക്ഷൻ നോക്കുകയാണെങ്കിൽ, സബ്ജക്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ മിനിമം 20 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 20 ക്വസ്റ്റ്യൻ എങ്കിലും നമ്മൾക്ക് ആൻസർ കറക്റ്റ് ആയിരിക്കണം. രണ്ടാമത് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ നമുക്കൊരു 16 to 17 ക്വസ്റ്റ്യൻസ് എങ്കിലും നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. റീസണിങ് പാർട്ടിലേക്കോ അല്ലെങ്കിൽ ജനറൽ അവയർനെസ് പാർട്ടിലേക്കോ വരുമ്പോൾ റീസണിങ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നത് ടോട്ടലി 15 to 16 ക്വസ്റ്റ്യൻസ് ആണ്. മാത്സ് വരുന്നത് 5 to 6 ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ കൂടെ ജനറൽ സയൻസ് പ്ലസ് GK വരുന്നത് 6 to 8 ക്വസ്റ്റ്യൻസ് ആണ്. പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ചെറിയ കാലാവധിക്കുള്ളിൽ നമുക്ക് എയർഫോഴ്സിലേക്ക് കയറണമെങ്കിൽ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഡ്രോൺ അക്കാഡമിയിൽ ഇതിൻ്റെ ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുകയാണ്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക.